യേശു തന്ന കൃപയ്ക്കായി, യേശു തന്ന ദയയ്ക്കായി, യേശുവേ വാഴ്ത്തുക ദിനവും. സ്തോത്രം. സർവശക്തനായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ ആയിരിക്കുന്ന സാറ്, അതുപോലെ തന്നെ അമ്മ, അമ്മ, മറ്റും ദേവദാസന്മാർ, ദാസിമാർ, എല്ലാവർക്കും കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. കൺവെൻഷന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഈ രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസമാണ്. ഹല്ലേലൂയ. ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്തോത്രം, യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ഊതിക്കും. ശിഷ്യന്മാരെ ഭയന്ന് വിറച്ചിരിക്കുമ്പോൾ അവരുടെ നടുവിൽ യേശു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സമാധാനം ഇല്ലാത്തത് ആണോ? അതെ. മാർത്ത നീ പലതിനെയും ചൊല്ലി വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? സമാധാനമില്ല. എന്നാൽ മറിയ നല്ലൊരു അംശം തെരഞ്ഞെടുത്തു. യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്നു. സ്തോത്രം. മറിയയ്ക്ക് സമാധാനമുണ്ട്. അപ്പൊ സമാധാനമുള്ള വ്യക്തികൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും യേശുവിന്റെ പാദപീഠത്തിൽ അവർക്ക് ഇരിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ പലതിനെയും ചൊല്ലി വിലപിക്കുന്നവർക്ക് ദൈവസന്നിധിയിൽ വന്നിരുന്നാലും സമാധാനം കിട്ടത്തില്ല. എന്താണെന്നറിയുമോ? അവരെ ദൈവസന്നിധിയിലല്ല ഇരിക്കുന്നത്, പലതിനെയും ചൊല്ലി വിലപിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ സമാധാനം. കർത്താവ് പറയുകയാണ്, കർത്താവ് ഇവിടെ ഉണ്ട്, 2 3 പേർ എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ട് എന്ന് ദൈവം തമ്പുരാൻ ഇവിടെ ഉണ്ടെന്നേ. എന്നിട്ട് ദൈവം തമ്പുരാൻ ഇവിടെ ഇരിക്കുന്നവരുടെ ഹൃദയം, ഞങ്ങൾ വചനം പ്രസംഗിക്കുന്നു എങ്കിലും, ഇവിടെ വചനം പ്രസംഗിക്കുന്നു എങ്കിലും ദൈവം നോക്കുന്നത് ഓരോരുത്തരുടെയും ഹൃദയത്തെ ശോധന ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ. അപ്പോൾ ദൈവവചനം ഇവിടെ ഒരു വചനം പറയുന്നുണ്ടെങ്കിൽ ആർക്ക് ആണോ സമാധാനം വേണ്ടത്, ആരാണോ ദൈവത്തിന്റെ വചനത്തെ വളരെ സ്നേഹത്തോടെ കാത്തിരിക്കുന്നത്, അവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ഒരു അത്യന്ത ശക്തിയുണ്ട്. വാസ്തവത്തിൽ നമുക്ക് വേണ്ടത് എന്താ? ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ശക്തി. എന്താ ദൈവം പറഞ്ഞ? ബലമില്ലാത്തതിനെ അവൻ ശക്തീകരിക്കും. നമുക്ക് വേണ്ടത് ബലമാണ്. ക്ഷീണിച്ചിരിക്കുകയാണ്, എന്ത് വേണം? ശക്തി വേണം. ഈ ശക്തി ഓർലിസ് ഓടിച്ചാൽ കിട്ടുമോ? കിട്ടും, തൽക്കാലം കിട്ടും. പക്ഷെ നിരന്തരമായ ഒരു ശക്തീകരിക്കുന്നത് തന്റെ പരിശുദ്ധാത്മാവിലും വചനത്തിലുമാണെന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റും? അതറിഞ്ഞ് അതിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മറിയ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുന്നവരും അത്രത്തോളം ദൈവത്തിന്റെ ശക്തി നിന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ ഈ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നമുക്കൊരു പ്രതിഫലമുണ്ട്. ഒരു അതിമഹത്തായ ഒരു പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. എത്ര പേർക്ക് അത് ബോധമുണ്ട്? ഇന്നോ നാളെയോ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതെന്നുള്ള ബോധം, ഒരു ബോധ്യം എത്ര പേർക്കുണ്ട്? അതനുസരിച്ചിട്ടാണോ ദൈവസന്നിധിയിൽ മറിയം ഇരുന്നത് പോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ ഇരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ കൺവെൻഷൻ കഴിയുമ്പോൾ അതിന് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ അത് ഇവിടുന്ന് പോകുമ്പോൾ ഒരു തീരുമാനം എടുത്തു പോകും. ഞാൻ സാക്ഷ്യം പറയാം, തീരുമാനം എടുക്കുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി, ആ വിഷയത്തിന് വേണ്ടി സ്വർഗം തുറന്ന് പ്രവർത്തിക്കും. ദൈവത്തിന്റെ സമയമുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ സമയം
പിന്നീടോ ഇപ്പോഴുമല്ല. നിന്റെ ഹൃദയം എപ്പോഴാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നത്, നിന്നെ എപ്പോഴാണ് ദൈവസന്നിധി മുട്ടുമടങ്ങുന്നത്, നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന ഒരു സമയം. പ്രാർത്ഥനയിൽ ഒറ്റരിക്കുമ്പോൾ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുണ്ട്. ദൂതന്മാർ ഉറങ്ങും, ദൂതന്മാർ ഇറങ്ങും, നിന്നെ പരിപാലിക്കും. ആമേൻ. ആരും അനുഭവിക്കാത്ത, ഈ ലോകത്തിനൊന്നും തരാൻ സാധിക്കാത്ത ഒരു ദൈവ സമാധാനം നിന്റെ ഹൃദയത്തിലും കുടുംബത്തിലും കൊണ്ടുവരും. അങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ആമേൻ, ആമേൻ. അപ്പൊ നമ്മളെല്ലാവരും ദൈവം ഇവിടെ ഇരുത്തിരിക്കുന്നത്, ദൈവം നമുക്ക് കർത്താവ് സമാധാനം, ഞാൻ എന്റെ സമാധാനം നിനക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സമാധാനം നമ്മൾ പിന്നെ ആർക്കാ കൊടുക്കണത്? സമാധാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരിലേക്ക് ഇറങ്ങി ചെന്ന് ദൈവത്തിന്റെ യേശുവിന്റെ സമാധാനം പകർന്നു കൊടുക്കുവാനാണ് എന്റെയും നിന്റെയും ദൈവം വിളിച്ചിരിക്കുന്നത്, ശക്തീകരിക്കുന്നത്. ഒരു ദൈവ പൈതലെ കാണുമ്പോ തന്നെ അവന് സമാധാനം ഉള്ളിൽ തിളച്ചു മറിയണം. പല പല വിഷയങ്ങളിൽ ഞാൻ വലിയ വലിപ്പമൊന്നും പറയുമല്ല, ഞാൻ ദൈവസന്നിധിയിൽ എപ്പോഴും താഴ്ന്നു നടക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് വലിപ്പം പറയാൻ ഒന്നുമില്ല. പക്ഷേ എന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞിട്ടുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ വിഷമിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ 5 വയസ്സിൽ എൻ്റെ അപ്പം മരിച്ചുപോയ ഒരു മനുഷ്യനാ. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ അനവധി വന്നു. ഈ സത്യദൈവത്തെ അന്വേഷിച്ചു, സത്യദൈവം പ്രത്യക്ഷപ്പെട്ടു എന്റെ മുമ്പിൽ. ഞാനാണ് സത്യദൈവം, ജീവിക്കുന്ന യേശു ക്രിസ്തുവാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. അത് കഴിഞ്ഞിട്ടും എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാനിട്ടല്ല, എന്നാൽ യേശുവിനെ അറിയുന്നതിന് മുൻപ് ഞാൻ തല കുനിഞ്ഞിട്ട് നടന്നുവെങ്കിൽ, യേശുവിനെ അറിഞ്ഞപ്പോൾ നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ യേശുവിനെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു പവർ ഉണ്ടല്ലോ, ഒരു ദൈവത്തിന്റെ ശക്തി. അത് ഇറങ്ങിയപ്പോ പലരും ചോദിക്കും, ഓ എന്നാലും എന്റെ ചേട്ടാ, സാധാരണ കളവിനോട്, ഓ എന്നാലും ചേട്ടോ നിങ്ങൾ ആള് ഞാൻ ചിരിക്കും ഉള്ളില്. എന്താണെന്നറിയാമോ ഉള്ളിൽ ചിരി? എന്താണെന്നറിയാമോ? എന്റെ ദൈവത്തിന് മഹത്വം. അപ്പോഴും ഞാൻ അവിടെ ഒന്നും വീഴാൻ പോവില്ല. സ്തോത്രം. കൂടി വന്നാൽ ഞാൻ പറയും, ഈ സമാധാനം നിനക്ക് വേണോ? അത് യേശുവിന്റെ അടുക്കലുണ്ട്. ആമേൻ. ഒരിക്കലും എൻ്റെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഭയങ്കര പ്രശ്നക്കാരന്, എന്നോട് എൻ്റെ നേരെ മൂത്ത ചേട്ടൻ, ഞാൻ സാക്ഷി പറയുവാണ്, ദൈവത്തിന്റെ ആത്മാവ് നടക്കുന്ന പോലെ നടത്തട്ടെ. അദ്ദേഹം ജബൽപൂരിലാണ്. അദ്ദേഹം ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനന്ന് ആലപ്പുഴയിൽ ഓടി നടന്ന ആരെ കണ്ടാലും സുവിശേഷം പറയും. ആലപ്പുഴയിൽ കസിന്റെ വീട്ടിൽ ചെന്നിട്ട്, എൻ്റെ അങ്കിള് SI, റിട്ടയർഡ് SI. ഞങ്ങള് ഫാമിലി, ഹിന്ദു ഫാമിലി ആയതുകൊണ്ട് സ്തോത്രം, എന്നെ അങ്കിൾ കണ്ടപ്പോ എന്നോട് ചോദിച്ചു, വാ നിന്നോട് എനിക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. SI പേടിച്ച് ഞങ്ങളുടെ അമ്മാവന്മാരെ പറഞ്ഞ് എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ്. സ്തോത്രം. ഞാൻ ധൈര്യത്തോടെ കയറി അദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്നു. അദ്ദേഹം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു ഹല്ലേലൂയ. അപ്പോഴേക്ക് എനിക്കൊന്ന് ബാത്റൂമിലേക്ക് പോകണം. ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ, എൻ്റെ അങ്ങള് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാ, എനിക്കൊന്നും പറയാൻ അറിയത്തില്ല, അങ്ങ് സംസാരിക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പോലീസാ, ചോദ്യങ്ങൾ ക്രോസ് ആയിരിക്കും. തന്നെയല്ല, അമ്മാവനാണ്, ഭയഭക്തി ഉണ്ട്. എന്ത് ചെയ്യും? സ്തോത്രം. ഞാൻ ധൈര്യത്തോടെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്നു. സ്തോത്രം. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ മൂത്ത മകന്റെ കയ്യിൽ ഒരു പുതിയ നിയമ ബൈബിള് കിട്ടി. അദ്ദേഹം പെട്ടെന്ന് ബൈബിള് വായിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുകയാണ്. ദൈവം ഇടപെടുക. എന്നിൽ കൂടിയല്ല, അദ്ദേഹത്തിന്റെ മകനിൽ കൂടി ദൈവം ഇടപെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ നിഷ്കളങ്കനായി നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി ഇടപെടുന്ന വേറൊരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? അനുഭവം ഉണ്ടോ? ഹല്ലേലൂയ.
ഇന്ന ആളിൽ നിന്നാണ് എനിക്ക് വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. നീ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. ആമേൻ. പിന്നെ ഞങ്ങൾ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. നിന്റെ മുമ്പിൽ ഞാനൊരു ദൂതനെ അയക്കും, അവൻ നിന്നോട് സംസാരിക്കും, അപ്പോൾ അറിയും ഞാൻ ആരാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടു, ഭയങ്കര വിശ്വാസവാ. ഇദ്ദേഹത്തിന്റെ വിശ്വാസം കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസം വന്നു, ഭയങ്കര പ്രാർത്ഥനയായി. പ്രാർത്ഥന 1 മണിക്കൂർ കയറങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് എന്നാൽ ലക്ഷ്മി സഹസ്രനാമമൊക്കെ ചൊല്ലിയിരുന്ന ഈ മനുഷ്യൻ പിന്നെ യേശുവിന്റെ നാമം ചൊല്ലി 1 മണിക്കൂർ കൈകൾ ഉയർത്തിപ്പിടിച്ച പ്രാർത്ഥന കേട്ടിട്ട് ഞാൻ വരെ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചിട്ടെ, എങ്ങനെയാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? സ്തോത്രം. ദൈവത്തിന്റെ സമാധാനം അകത്ത് വന്നപ്പോൾ ദൈവത്തോട് നന്ദി പറയുന്ന പ്രാർത്ഥന കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാനിടയാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാത്രമല്ല അദ്ദേഹത്തിന്റെ മക്കള് നല്ല സഹസ്രനാമമില്ല, വിഷ്ണു സഹസ്രനാമം കേട്ട ഭയങ്കര ഭംഗിയാ. സ്തോത്രം. ഹല്ലേലൂയ. ഞാനവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറയും, എന്റെ പൊന്നു കർത്താവേ, ഇവരുടെ എല്ലാം ഇത് മാറ്റിയിട്ട് ദൈവത്തെ വിളിക്കുവാനുള്ള കൃപ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. സംഭവിച്ചു. 2 പേര് സ്നാനപ്പെട്ട് ഇന്ന് വരുന്ന ശുശ്രൂഷകൻ ആലപ്പുഴയിൽ, മൂത്ത ഫാമിലി. സ്തോത്രം. ഞാൻ പറഞ്ഞത് ഇദ്ദേഹം തൊട്ടടുത്ത് വിട്ട ഒരു കറിവേപ്പിലയുണ്ട്. ഈ അങ്കിളിൽ വന്നിട്ട് കറിവേപ്പില പൊട്ടിക്കുക. അവിടുത്തെ ഒരു സാറുണ്ട്. അവിടുത്തെ സാർ പറഞ്ഞു, സാറേ കറിവേപ്പിലൊക്കെ തീർന്നു പോയല്ലോ, ഇനി എന്ത് ചെയ്യും? അതിനെന്താ സാറേ, ഞാനിപ്പോ ഒരു സൂത്രം കാണിച്ചു തരാം. എന്തുവാ? ഞാൻ പ്രാർത്ഥിക്കാം. ആമേൻ. ഈ അങ്കിള് ആ കറിവേപ്പില ഇങ്ങനെ പിടിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ കറിവേപ്പില ഉണ്ടായി വരട്ടെ. സ്വത്രം. പിറ്റേ ദിവസം നോക്കുമ്പോൾ കറിവേപ്പില തളിർത്തു വന്നുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ വിശ്വാസം നമുക്കുണ്ടോ? വിശ്വാസമുണ്ട്, പക്ഷെ നിഷ്കളങ്കമായ വിശ്വാസമുണ്ടോ? ഒരു കുഞ്ഞിനെ പോലെ എന്റെ അപ്പനാണ്, എന്റെ അപ്പനോട് ചോദിച്ചാൽ കിട്ടും, ലഭിക്കും എന്നതായിരിക്കുന്ന വിശ്വാസത്തിൽ നിനക്കൊരു ഉറപ്പുണ്ടെങ്കിൽ അത് നടക്കും. ഒരു വാക്യം വായിക്കാം. സുവിശേഷം 8:29. എന്നോട് കൂടെ ഉണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. വാക്യം ശ്രദ്ധിച്ചോ? ഒന്നുകൂടി വായിക്കാമോ? എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്. വല്ലപ്പോഴും ആണോ? അല്ല, എല്ലായ്പ്പോഴും. ആമേൻ. സ്തോത്രം. അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞായറാഴ്ച 2 മണിക്കൂറാണ് മാത്രമാണോ? അല്ല, എല്ലായ്പ്പോഴും. ആമേൻ. വചനം വളരെ ശ്രദ്ധിച്ച് പഠിച്ച് പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട് മക്കളെ. അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കുറിച്ച് പറയുന്നെങ്കിലും യേശുവിന്റെ കൂടെ ചേർന്നവർക്ക് ഒരു ചങ്കുറ്റമുണ്ട്. അവൻ എന്നെ വിളിച്ചു പറയാനുള്ള ഒരു ചങ്കുറ്റം എന്തെന്നറിയാമോ? അവൻ എന്നെ, ഞാൻ യേശുവിന്റെ കൂടെ ആയിരിക്കുന്നത് കൊണ്ട്, യേശു എന്റെ കൂടെ ഉള്ളത് കൊണ്ട്, ഞാൻ യേശുവിന്റെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല, വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഏകനായി വിടത്തില്ല. പലരും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ, ഞാൻ ഒറ്റയാണ്, എനിക്ക് ആരുമില്ല എന്നൊക്കെ പറയും. പക്ഷെ വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട്. വിശ്വാസം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, വചനം വായിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശക്തി നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് ശക്തിയായിട്ട് പുറത്തേക്ക് വരണമെങ്കിൽ വചനം എന്ന അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ നീ ഉറക്കെ പ്രഖ്യാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർക്ക് പരിശുദ്ധാത്മാവുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, ഞാൻ വിശ്വാസിയാണ്, നല്ല കാര്യം. പക്ഷെ എന്തെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി വേണമോ? നീ എന്ത് ചെയ്യണം?
ഹല്ലേലൂയ. വചനമാകുന്ന വാളെടുക്കണം. നിന്റെ വിശ്വാസത്തിനെതിരെ വരുന്ന ചില പ്രതികൂല സാഹചര്യങ്ങളെ ഹല്ലേലൂയ വചനമാകുന്ന വാളെടുത്ത് ഒന്ന് വെട്ടുവാൻ നീ തയ്യാറാകുമ്പോൾ നിനക്ക് എതിരായി വരുന്ന ഒരു ശത്രുവ് നിന്റെ മുൻപിൽ ഒരു വഴിയായി വരുന്നെങ്കിൽ അവൻ 7 വഴിയായി അവൻ മടങ്ങിപ്പോ. ഈ സഭയ്ക്കെതിരായിട്ട് വരുന്ന എല്ലാ ശത്രുക്കളും, എല്ലാ അവഗണന പ്രശ്നങ്ങളും, എല്ലാ ദുരാത്മാവിന്റെ മണ്ഡലങ്ങളും ക്രിസ്തു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അഭിഷക്തന്മാർ ഒരുമിച്ച് അതിനെ ശാസിച്ച ജയമെടുക്കുമ്പോൾ മഹത്വമുള്ള ഫലം, യേശുവിന്റെ ശക്തിയുള്ള ഫലം ഈ സഭയിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീർക്കുന്ന ദൈവത്തിന് മഹത്വം. Amen. 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 അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. എന്ന് വെച്ചാൽ എന്താ അതിനകത്ത് എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? വിട്ടിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഞാനും എന്റെ പിതാവും ഒന്നാണ്. ഇതാണ് മക്കളെ ഒരു ഐക്യത എന്ന് പറയുന്നത്. 12 കൊല്ലമായിട്ട് രക്തസ്രാവം പിടിച്ച ഒരു സഹോദരി യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഈ സഹോദരൻ എടുത്തു, ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കും, ഉറപ്പിച്ചു. ഇനി അടുത്തത് എങ്ങനെയെങ്കിലും യേശുവിനെ ഒന്ന് തൊടണം. നീ തീരുമാനമെടുത്തു, പക്ഷെ വിടുതൽ വേണമെങ്കിൽ യേശുവിനെ തൊടണം. അല്ലെങ്കിൽ യേശു നിന്നെ തൊടണം. രണ്ടും ഏതെങ്കിലും ഒന്ന് നടക്കണം. ഇത് നടന്നാൽ നിന്റെ ബന്ധനം അഴിയും, നിന്റെ രോഗക്കെട്ടുകൾ അഴിയും, നിന്റെ ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിയും. ഇന്ന് പകലിൽ ഇവിടെ പ്രസ്താവിക്കപ്പെട്ട ദൈവവചന നിമിത്തം, ഇനി പ്രസ്താവിക്കാനിരിക്കുന്ന ദൈവവചന നിമിത്തം നിന്റെ രോഗത്തിന്റെ ബന്ധനങ്ങളും നിന്റെ ശാപത്തിന്റെ ബന്ധനങ്ങളും ഇന്ന് അഴിയാൻ പോവുകയാണ്. അത് അഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ സ്വർഗത്തിൽ കെട്ടുന്നത്, ഞാൻ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. കരങ്ങളടിച്ച് ശക്തിയോടെ മഹത്വം കൊടുക്കാതെ, ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ. ചില ബന്ധനങ്ങൾ അഴിയുന്ന സമയമാണ്, ചില രോഗക്കെട്ടുകൾ അഴിയുന്ന സമയമാണ്. നിന്റെ പ്രാർത്ഥനയിൽ ചില രോഗമണ്ഡലങ്ങളിൽ അധികാരം വരുന്ന സമയമാണ്. ബുദ്ധിമണ്ഡലത്തെ കെട്ടിവച്ചിരിക്കുന്ന ചില പൈശാചിക കെട്ടുകൾ സകല ബലത്തെയും സഞ്ചരിക്കുന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് അഭിഷേകന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഭയ്ക്ക് അധികാരമുണ്ട്. ചില ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയുക. വിശ്വാസത്തോടുകൂടി
ഞാൻ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് രണ്ടെല്ലാം ചെയ്തോണം. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ഇഷ്ടത്തിനല്ല ഞാൻ ചെയ്യുന്നത്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ദൈവം എന്റെ യാഗത്തിൽ പ്രസാദിക്കുകയാണ്. ആമേൻ. ആമേൻ. അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ബഥാന്യ കുടുംബം യേശുവിന്റെ കുടുംബമാണ്. ബഥാന്യ കുടുംബത്തിൽ മരണം സംഭവിച്ചു. യേശുവിനെ ആളയിച്ചു. രോഗിയായി കിടന്നപ്പോൾ, ലാസർ രോഗിയായി കിടന്നപ്പോൾ യേശുവിനെ ആളയിച്ചു. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ല. ഓക്കെ. യേശു ഒന്ന് അവിടെ മാർത്തയോട് സംസാരിച്ചതിന് ശേഷം വന്ന് മറിയ കാൽക്കൽ വീണ് കരഞ്ഞു. യേശു ഉള്ളു നൊന്ത് കരഞ്ഞു. അവനെ എവിടെ അടക്കിയിരിക്കുന്നു? വേറെ ഒരു ആഗ്രിമെന്റും ഒരു സംഭാഷണവും അവിടെ വന്നില്ല. മറിയ കരഞ്ഞു, യേശു ഉള്ളം നൊന്ത് കരഞ്ഞു. രണ്ടുപേരും കല്ലറയിലേക്ക് നീങ്ങുകയാണ്. ആത്മാവിൽ നിങ്ങൾക്കൊരു കരച്ചിലുണ്ടോ? ആത്മാവിൽ എൻ്റെ സഹോദരൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെടാത്തവരങ്ങ് ആത്മാവിൽ മരിച്ചവരാണല്ലേ. എന്നാൽ അവരെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ നീ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച യേശുവിനോടുകൂടി ലാസറിനെ പുറത്തു കൊണ്ടുവരുവാൻ തയ്യാറാണോ? അവൻ കുഴിമാടത്തിലെത്തിയിട്ട് ഒരു കല്ല് കണ്ടു. യേശു പറഞ്ഞു, കല്ല് എടുത്ത് മാറ്റുക. ഞാൻ കുറച്ച് സൗമ്യമായി പറയാം. ഈ കല്ലെന്ന് പറയുന്നത് പലതരത്തിലുണ്ടല്ലേ. അവിശ്വാസത്തിന്റെ കല്ലുണ്ട്, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നടക്കൂ, വെച്ചിട്ട് 4 ദിവസമായി, നടക്കൂ, സംശയമാണ്. പക്ഷെ അത് അവരുടെ അറിവില്ലാത്തത് കൊണ്ടാണ്. ആർക്കും അറിയത്തില്ല. അടുത്ത നിമിഷം എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് പോലും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അവൻ എനിക്ക് വിലപ്പെട്ടവനാണ്. മറിയ ലാസറിനെ ഉയർപ്പിക്കുന്നുള്ള കാര്യമൊന്നും മറിയക്ക് പോലും അറിയത്തില്ല. പക്ഷെ യേശുവിന് അതിൻ്റെ മേൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കല്ലെടുത്ത് മാറ്റാം. ഒരു പക്ഷെ നമ്മൾ വചനം കേട്ട് 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 തഴപ്പിച്ച് ഹൃദയം കഠിനപ്പെട്ട ഒരു കല്ലുണ്ടോ ഇന്ന് പകലിൽ? ആമേൻ. ഞങ്ങളൊക്കെ ഒരുപാട് വചനം കേട്ടതാ, ഞങ്ങൾക്ക് അറിയാം. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടതാന്നേ. ഇതൊക്കെ ഞങ്ങൾ കുറെ ദേവദാസന്മാർ പ്രസംഗിച്ചിട്ടുള്ളതാ. ഈ വചനം ഞങ്ങൾക്ക് അറിയാം. എന്റെ പൊന്നുമക്കളെ, അറിഞ്ഞത് വീണ്ടും വീണ്ടും നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടെന്നറിയാമോ? നിങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നത് കൊണ്ടാ. അതിന്റെ മേൽ ഒരു വിജയം എടുക്കണമെങ്കിൽ നിങ്ങൾ വചനം അനുസരിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും നിങ്ങളത് പറയത്തില്ല. ആമേൻ. 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുത്തൻ പറഞ്ഞു ജോലി ചെയ്യാൻ പറഞ്ഞപ്പോ, അല്ല ഇവിടെ ഒരു പുറത്തേക്ക് പോയി ജോലി ചെയ്യാൻ പറഞ്ഞപ്പോ ഒരുത്തൻ പറഞ്ഞു, മൂത്തവൻ പറഞ്ഞു ഞാൻ, അല്ല ഇളയവനോട് പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ പോകത്തില്ല. അന്ന് നീ പോകണ്ട. മൂത്തവനോട് പറഞ്ഞപ്പോ ഞാൻ പോകാം എന്ന് പറഞ്ഞു പോയില്ല. പോകാത്തവൻ പോയി. വാശി പിടിച്ചവൻ പോയി. ഈ പോകാം എന്ന് പറഞ്ഞവൻ പോയില്ല. ഞങ്ങൾ വചനം കേൾക്കുന്നുണ്ട് പാസ്റ്ററെ, അനുസരിക്കാം കേട്ടോ, അനുസരിക്കാം എന്ന് പറയുന്നതല്ലാതെ അനുസരിക്കുന്നില്ല. പക്ഷെ അനുസരിക്കാം എന്നുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ നിനക്ക് വിടുതലുണ്ടായി വരികയാണ്. കൊളോസ്യർ 3 അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ. കൊളോസ്യർ. എന്താ ഈ ആകയാൽ? ആകയാൽ എന്താ? ഇപ്പൊ നമ്മൾ ആരാ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിശ്വാസികൾ ആണോ? രണ്ടാമത്തത്, വചനം അനുസരിക്കുവാൻ ദൈവത്തോട് ഉടമ്പടി ചെയ്തവർ ആണോ? അല്ലേ? പറഞ്ഞേ, ഞാൻ പറഞ്ഞ നുണയാണോ? അല്ലല്ലോ.
വചനം കേട്ടപ്പോൾ ഞാൻ വചനം അനുസരിക്കാമെന്ന തീരുമാനമെടുത്തിട്ടല്ലേ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ഉടമ്പടി ഉണ്ടല്ലോ. എന്താ ഉടമ്പടി? ദൈവവചനം അനുസരിക്കാം. അപ്പോൾ വിശ്വാസിയാണ്, വിശുദ്ധരാണ്, ഇത്രയും ക്വാളിറ്റി നമുക്ക് ഉണ്ട്. ആകയാൽ അതുകൊണ്ട് അടുത്തത് എന്താ വായിച്ചേ? നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. ആമേൻ. അപ്പോൾ ഇവിടെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ അവിടെ ഒരു ചോദ്യമുണ്ട്. അല്ലേ? ഇവിടെ ഒരു ചോദ്യം. നിങ്ങൾ വിശ്വാസികളാണ്, വിശുദ്ധരാണ്, വചനം അനുസരിക്കുവാൻ എഗ്രി ചെയ്തവരാണ്. ഒരു ചോദ്യം, ക്രിസ്തുവിനോടുകൂടി നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന വ്യക്തിയാണോ? ഉറപ്പുള്ളവർക്ക് സ്തോത്രം പറയാം. പേടിക്കണ്ട, ധൈര്യം സ്തോത്രം പറഞ്ഞു. അപ്പോൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന എങ്കിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവരായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. ദൈവത്തെ അറിയാതിരുന്നപ്പോഴുള്ള കാലഘട്ടത്തെ കുറിച്ച് നമ്മളോട് ദൈവം സംസാരിക്കുന്നത്, ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കണം, ദൈവത്തെ കണ്ടെത്തണം, ദൈവത്തെ അറിയണം. ദൈവത്തെ അറിഞ്ഞ വ്യക്തിയോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ ചിന്ത പലതിനെയും ചൊല്ലിയാണോ? വരാറുണ്ട്. വരും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, വരും. മനുഷ്യരാണ്. പക്ഷെ അതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യരുത്? എപ്പോഴും അത് തന്നെ അങ്ങ് ആയി പോകരുത്. മനുഷ്യരാണ്, സംഭവിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ടൈപ്പ് ചെയ്യരുത്. അത് ചില പിശാചിന്റെ ചിന്തകളാണ്. കർത്താവ് ഒരു വചനം പറഞ്ഞു, ലാസറെ ഉയർപ്പിക്കാൻ പോവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് നടക്കുവോ? 4-ാമത്തെ ദിവസമായില്ലേ ഉയർപ്പ്? സംശയം. ഹല്ലേലൂയ. സംശയം കൊണ്ടുവരുന്നത് ആരാ? പിശാചാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ എന്താ ദൈവത്തിന്റെ വചനം? ഈ സമയത്ത് എടുക്കേണ്ട ദൈവത്തിന്റെ വചനം എന്താ? പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ പുരുഷ സ്ത്രീ സഹോദരിമാരെ, നിങ്ങൾ പുരുഷത്വം കാണിക്കണം. എന്താ പുരുഷത്വം? പിശാചിനോട് എതിർത്ത് നിൽക്കാൻ കഴിയണം നിങ്ങൾക്ക്. ആമേൻ, ആമേൻ. പിശാച് കൊണ്ടുവരുന്ന ചിന്തകളും ജീവിത ശൈലികളും മനസ്സിലാക്കി, വചനം വെച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിശാചോട് എതിർത്ത് നിൽക്കാൻ ആവശ്യമായിരിക്കുന്ന ദൈവകൃപ നിങ്ങളിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടി പോകും. ഈ വചനം എടുത്തു വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, വചനം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിശാച് പിന്നെ അവിടെ നിൽക്കത്തില്ല. എന്താണെന്നറിയാമോ? എവിടെ വചനം നിങ്ങൾ എടുക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങും. സ്തോത്രം, സ്തോത്രം. ഈ വചനം ഇവിടെ ദൂതന്മാരുണ്ട്. നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട്, കൃപയുള്ളവർക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും ദൂതന്മാരുണ്ട്. ഇവിടെ ദൂതന്മാരുണ്ട്. ഇവിടെ പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനം ആരാണോ ശ്രദ്ധിച്ചിരിക്കുന്നത്, ആരാണോ ഏറ്റെടുക്കുന്നത്, അത് നടപ്പിലാക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ കൂടെ ഉണ്ട് എന്ന് ഇതറിയാമോ? ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ചിന്ത എന്താ? ഉയരത്തിലുള്ളതിനെ മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ ചിന്തകൾ ഉയരങ്ങളിലേക്ക്, എന്റെ കണ്ണുകൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. എന്റെ ചിന്തകൾ നിങ്ങളെ തെറ്റിച്ച് കളയുന്ന, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങളെ മറച്ചു കളയുന്ന, നിങ്ങളുടെ ചിന്തകളെ മറച്ചു കളയുന്ന ചില പൈശാചിക ബന്ധനങ്ങൾ, ഹല്ലേലൂയ, 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 ചില ചിന്തകൾ മനസ്സിൽ ഉത്ഭവിക്കുന്ന ചിന്തകളെ മാറ്റിമറിക്കുന്ന ദൈവത്തിന്റെ സമാധാനമുണ്ട്.
നമ്മൾ എവിടെയാ ചിന്തിക്കുന്നത്? ഉയരത്തിലുള്ളത്. ആമേൻ. Praise the Lord. ഹല്ലേലൂയ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറി കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്തേക്ക് ഞാൻ ട്രെയിൻ കയറി. എൻ്റെ മനസ്സിൽ പിന്നെ എന്തോ തിരുവനന്തപുരം എത്തുന്നതുവരെ ആ തിരുവനന്തപുരം എന്ന ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ നമ്മളെ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എവിടെയെന്നറിയാമോ? സ്വർഗത്തിലേക്ക് പോകാനാണ്. നമ്മൾ വിസ എടുത്തിരിക്കുന്നത് എവിടേക്ക് അറിയാമോ? സ്വർഗത്തിലേക്ക് പോകാനാണ്. അതുകൊണ്ടാണ് പറയുന്ന സ്തോത്രം, എത്ര ജീവിതത്തിനിടയിലും നിങ്ങൾ സ്വർഗത്തെ കുറിച്ച് മറന്നു പോകരുത്. ഉയരത്തിലുള്ളത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കുന്നതേ നടക്കത്തുള്ളൂ. നമുക്കൊരു കാര്യം നടക്കണമെങ്കിൽ ആദ്യം പ്ലാൻ ചെയ്ത് ചിന്തയിലല്ലേ? അല്ലേ? എനിക്ക് ചെന്നൈക്ക് വേണമെങ്കിൽ ഫ്ലൈറ്റ് കാരണം ഞാൻ തീരുമാനിച്ച പിന്നെ ആദ്യം ചിന്തിക്കുന്നത് ചിന്തയിലാണ്. അപ്പൊ ചിന്താമണ്ഡലങ്ങൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. അവിടെ എല്ലാം കൂടി കൂട്ടി കുഴച്ച് ഉയരത്തിലുള്ളതിന് ചിന്തിക്കുന്നതിന് പകരം ആ എനർജി ഉണ്ടല്ലോ, ആ ആത്മാവ്, ആ ശക്തി ഉണ്ടല്ലോ, നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. വായിച്ചേ. ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഹല്ലേലൂയ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മരിച്ചിട്ട് നമ്മുടെ ജീവൻ എവിടെയായിരിക്കുന്നത്? ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. പിന്നെ അടുത്തത്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ മർമ്മം പിടികിട്ടിയോ? ഈ ഭൂമിയിൽ നീ ഉയരത്തിലൊന്ന് ചിന്തിച്ചുകൊണ്ട് നിന്നിലുള്ള ക്രിസ്തു വെളിപ്പെടുമ്പോൾ നീ മറഞ്ഞിരിക്കുന്ന, നിന്റെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തു നിന്നിൽ കൂടി വെളിപ്പെട്ട് വരുമ്പോൾ നീ ആരാ പിന്നെ? അവനെ കൈക്കൊണ്ട അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു അധികാരിയാണ്, സ്വർഗത്തിലെ അധികാരി. ഒന്നുകൂടി വായിച്ചേ. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. എങ്ങനെ വെളിപ്പെടുന്ന? അപ്പൊ നമ്മളെ കൊണ്ട് ഇരുത്തിയിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഒരു തേജസ്സിൽ വെളിപ്പെടുവാൻ. ഒരു തേജസ് നമുക്കുണ്ടാകണം. ദൈവത്തിന്റെ തേജസ്സിലേക്കാണ് അവൻ വിളിച്ചിരിക്കുന്നത്. അവൻ സ്വർഗത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അവൻ ഉയർപ്പിന്റെ ശക്തിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞകാല ജീവിതത്തിൽ പിശാച് നിന്നെ ഇടിച്ച് താഴ്ത്തിയെങ്കിൽ, ഹല്ലേലൂയ, നീ യേശുവിനെ കൈ കണ്ടപ്പോൾ നിന്റെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ആ ജീവൻ നിന്റെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്നത് നീ തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് വരികയാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്റെ ചിന്താമണ്ഡലത്തെ എവിടെ കൊണ്ടുവന്നു? ഉയരത്തിലുള്ളതിലേക്ക് കൊണ്ടുവന്നു. അടുത്ത ചിന്താമണ്ഡലം എന്താണ്? എന്റെ പ്രാർത്ഥന എന്താണ്? അവന്റെ തേജസ് ഒന്ന് വെളിപ്പെട്ട് വരണം. എത്ര പേർക്ക് സന്തോഷമുണ്ടോ? അവന്റെ തേജസ് എന്നിൽ ഒന്ന് വെളിപ്പെടുവാൻ, അവന്റെ തേജസ്സിനാൽ ഒന്ന് വെളിപ്പെടുവാൻ, അവന്റെ തേജസ്സിനെ ഒന്ന് അറിയുവാൻ. വാങ്ങുന്നൊന്ന് പറഞ്ഞ് അവന്റെ കർത്താവേ, നിന്റെ തേജസ്സിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നിന്റെ തേജസ് ഒന്ന് വെളിപ്പെട്ട് കാണുവാൻ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ജീവൻ, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഓരോ പ്രാർത്ഥനയിലും ജീവനായ ക്രിസ്തു വെളിപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വേണമെങ്കിൽ ജീവനുള്ള ക്രിസ്തു വെളിപ്പെടുന്നുണ്ടോ? ജീവനുള്ള ക്രിസ്തു എന്നിൽ നിന്ന് പുറത്തേക്ക് വെളിപ്പെട്ട് വരുന്നുണ്ടോ?
നമ്മുടെ വിശ്വാസിയാണെന്നും പറഞ്ഞങ്ങ് നടക്കുക. നടക്കല്ലേ നടക്കല്ല നടക്കല്ലേ. നീ നടക്കേണ്ടവനല്ല, നീ ക്രിസ്തുവിന്റെ തേജസ്സിനായി ഓടേണ്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകരെ ഉയർത്താനുള്ളവനാണ്. അപ്പൊ നമ്മുടെ ജീവൻ എവിടെ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ. ആമേൻ. പാരസെറ്റമോളിലാണോ? അല്ല. ഇംഗ്ലീഷ് മരുന്നിലാണോ? അല്ല. അതൊക്കെ ഇവിടെ ഒരു സൈഡാണ്. പക്ഷെ ഇതൊക്കെ ഇവിടെ നിന്നോട്ടെ. പക്ഷെ എന്റെ ആത്മാവ് സംബന്ധിച്ച് ഞാൻ ആരോടാണ് എന്റെ കണക്ഷൻ? അതാ ഞാൻ തുടക്കത്തില് പറഞ്ഞത്. 12 കൊല്ലമായിരുന്നു അവൾക്കൊരു ഒരു 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 തീരുമാനമായി. ഞാൻ സൗഖ്യം പ്രാപിക്കും, യേശുവിനെ തൊടും, ഞാൻ സൗഖ്യം പ്രാപിക്കും. ഇവിടെ ഉള്ളവരും പ്രാർത്ഥിക്കും. ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ അനേകർ കടന്നു വരും എന്ന് എത്ര പേർ പ്രാർത്ഥിച്ചാൽ എത്ര ആൾക്കാരായി. ഈ ദേവദാസൻ പ്രവചിച്ചെന്നാ പറഞ്ഞത്. എന്താണ്? എന്നാൽ 2 മാസം മുമ്പല്ലേ പ്രവചിച്ചത്? ഒരച്ഛൻ വരും, പട്ടാളക്കാരൻ വരും. അച്ഛൻ എന്ന് പറയുന്നത് ഒരു അച്ഛനാണ്. പട്ടാളക്കാരൻ എന്ന് പറഞ്ഞാൽ എന്റെ ചേട്ടന്റെ മോന്. ആമേ. ഈ 2 പേരും ഭയങ്കര പ്രശ്നത്തിൽ കുടുങ്ങി കിടക്കും. ആമേ. വലിയ പ്രശ്നത്തിൽ കുടുങ്ങി കിടക്ക. ഇവർ എന്റെ ചേട്ടന്റെ മോൻ വിശ്വാസി, അത്യാവശ്യം വിശ്വാസിയാ. എന്നാൽ അച്ഛൻ അവിടെ ഭയങ്കര അച്ഛനുമായി. ഞാൻ മനസ്സിലാക്കിയത് എന്റെ ചേട്ടന്റെ മോനും ചേട്ടത്തെയും ഒരു വീട്ടിൽ അവര് വാടകയ്ക്ക് താമസിക്കുമ്പോൾ തന്നെ ഇവൻ ആത്മഹത്യയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അപ്പോഴൊക്കെ ഇവനെ ഞാൻ ചെന്ന് സംസാരിക്കും. ഇവനോട് ഞാൻ ആരാധനയ്ക്ക് പോകാൻ പറയും. പോകാൻ സാധിച്ചില്ല. ആലുവയിൽ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോ ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവേ, ഇവൻ ആരാധനയ്ക്ക് പോകുവാനുള്ള വഴി തുറന്നു കൊടുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ശ്രദ്ധിച്ചോണം. വിടുതൽ വരുന്ന വഴി ശ്രദ്ധിച്ചോണം. ദൈവത്തിന്റെ പരിപാലനം ശ്രദ്ധിച്ചോണം. കർത്താവിന്റെ കരുതൽ ശ്രദ്ധിച്ചോണം. ജീവനുള്ള ക്രിസ്തു വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞു, എന്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ മനന്നൊന്ന് പറഞ്ഞു, എന്റെ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് അങ്ങ് പ്രവർത്തിക്കണം, 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 പ്രവർത്തിക്കണം. രാവും പകലും ഇവനെ കുറിച്ച് യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം പറഞ്ഞു, സ്തോത്രം പറഞ്ഞു, സ്തോത്രം പറഞ്ഞു പ്രാർത്ഥിക്കുക. ഇവൻ ആ വീട് വിട്ടിട്ട് വേറൊരു വീട് വാടകയ്ക്ക് വന്നു. കേട്ടോണം. അതിന്റെ 2 വീടിന്റെ അപ്പുറത്ത് ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയുണ്ട്. കണ്ടോ? അവിടെ നിന്ന് അവിടെ അടഞ്ഞു കിടക്കുന്ന വ്യക്തി, ആരാധനയ്ക്ക് പോകാതെ അടഞ്ഞു കിടക്കുന്ന വ്യക്തി, ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന വ്യക്തിയെ ക്രിസ്തുവിന്റെ ജീവനെ വെളിപ്പെടുത്തി പ്രാർത്ഥിച്ച ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയുടെ മറുപടി അവനെ പുറത്തു കൊണ്ടുവന്നു. എവിടെ നിന്ന്? അവന്റെ ആത്മഹത്യയിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ കൊണ്ടാക്കി വെച്ച എന്റെ പ്രാർത്ഥന, അവൻ പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ ചെന്ന് ആരാധിക്കണം കർത്താവേ. കർത്താവ് ഒരു കൂട്ടായ്മ ഒരുക്കി. ആ ദൈവദാസനുമായിട്ട് കണക്ഷനായി. അവൻ എല്ലാ ആഴ്ചയും പ്രാർത്ഥനയ്ക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. ആ ദൈവദാസൻ വീട്ടിൽ വരും, പ്രാർത്ഥിക്കും. എന്നിട്ട് പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമൊന്നുമില്ല കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ കുറച്ച് ദിവസം ഞാനിങ്ങനെ സൈലന്റ് ആയിട്ട് വിട്ടു. പിന്നെ ഒരു അച്ഛൻ അവിടെ വന്നു. ഈ അച്ഛനും ഇവന്റെ തമ്മിൽ ബിസിനസ്സിന് എന്തോ പ്രശ്നമാണ്. അച്ഛന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? വീട്ടിൽ നിന്ന് അച്ഛനെ ഇറക്കി വിട്ടു. ഞാൻ തുറന്നു പറയാം, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പക്ഷെ അച്ഛനെ താമസിക്കാൻ അറിവില്ലാത്തതുകൊണ്ട് അച്ഛൻ ഇവന്റെ വീട്ടിൽ വന്ന് താമസിച്ചു. ഞാൻ പറഞ്ഞ അച്ഛനെ ഇറക്കി വിട്ടതല്ല, അച്ഛൻ അവിടെ നിന്ന് ദൈവം ഇറക്കിയതാ. എന്തെന്നറിയാമോ? ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇവന് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ലെന്ന്. വിശ്വാസിയാ, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ആമേൻ, സ്തോത്രം. എന്നാൽ ഈ അച്ഛൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവനും അച്ഛന്റെ കൂടെ മുട്ടുമടക്കി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു പ്രവചനം കിടക്കുക. എന്താണെന്നറിയാമോ? ഈ സഭയിൽ അച്ഛന്മാര് വരും, പട്ടാളക്കാരൻ വരും. ദൂത് നിവൃത്തിയാകുന്ന റൂട്ട് ഒന്ന് പറഞ്ഞു തരാൻ പോവാ. നിന്നിലുള്ള ജീവനുള്ള ക്രിസ്തു വെളിപ്പെട്ട് വരുമ്പോൾ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം, ഹല്ലേലൂയ, ഓരോരുത്തരും റൂട്ട് തിരിച്ചുവിട്ട് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ആ റൂട്ട് മാപ്പ് ഉണ്ടല്ലോ. ഇന്ന് പകൽ നീ ഒന്ന് മനസ്സിലാക്കിയേ പറ്റൂ.
അച്ഛൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കും, ഇവൻ കൂടെ പ്രാർത്ഥിക്കും. ഇവനെന്തായി? അച്ഛൻ്റെ കൂടെ കമ്പനിയായി. പിന്നെ ഇവൻ അച്ഛൻ്റെ കൂടെ ഈ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയായി പോയിക്കൊണ്ടിരിക്കുക. ഈ ഇവന്റെ അമ്മയ്ക്ക് എപ്പോൾ നോക്കിയാലും അസുഖമാണ്. സ്തോത്രം. കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അവര് അപ്പൊ തന്നെ ആ ഭൂതം വിട്ടുപോകുന്നത്, പല പ്രാവശ്യം ഭൂതം വിട്ടുപോകുന്നത് കാണാം. സ്തോത്രം. ഇപ്പൊ അവർക്ക് വലിയ കുഴപ്പമില്ല. രണ്ടാളും കൂടി യാത്ര ചെയ്യുന്നു, അച്ഛന്റെ കൂട്ടുകൂടി. സ്തോത്രം. അങ്ങനെ ഒരു കഴിഞ്ഞ ദിവസം ഇവൻ തൃശ്ശൂർ പോകുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചെറിയ എനിക്കൊന്ന് കാണണം. യെസ്, വരൂ. ചാലക്കുടിയിൽ ഇറങ്ങി കണ്ടു. അവൻ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് അവനെ വിളിക്കുന്നത്. ഞാൻ വിളിച്ചതല്ല, ജീവനുള്ള ക്രിസ്തു അവനെ വിളിച്ചു. നമുക്കിവിടെ ഒന്നുമില്ല. ജീവനുള്ള ക്രിസ്തു വെളിപ്പെടുകയാണ്. ജീവനുള്ള ക്രിസ്തു, നമ്മളിലുള്ള ജീവനുള്ള ക്രിസ്തു അങ്ങ് വെളിപ്പെട്ട് വരികയാണ്. ഒരുത്തന്റെ ഭാരം കാണുമ്പോൾ, വേദന കാണുമ്പോൾ, കരുണ തോന്നുന്നുണ്ടെങ്കിൽ നിന്നിൽ ക്രിസ്തു വസിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഒരുവൻ എന്താണ് സമരിയാക്കാരന്റെ ഉപമ എന്താ? ഒരുവൻ അവിടെ മുറിവേറ്റ് കിടക്കുമ്പോൾ നല്ല സമരിയാക്കാരൻ വന്ന് എടുത്ത് അവന് മുറിവെച്ച് കെട്ടി ഒരു സത്രത്തിലാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ചെലവ് ചെയ്തോ, ഞാൻ വരുമ്പോ ബാക്കി തരാം. ആമേൻ. അവൻ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല, നിന്റെ സങ്കടങ്ങൾ കണ്ടുപോകുന്ന ദൈവമല്ല, നിന്നെ മാനിക്കുന്ന ദൈവമാണ്. യേശുവേ എന്ന് ഒരു വിളി വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം തരാതെ പോകുന്ന ദൈവമല്ല. ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയാം. സ്തോത്രം. അധികം സാക്ഷികളുണ്ട്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ സാക്ഷികൾ ചുരുക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ദൈവം എഴുന്നേറ്റാൽ, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ, നിന്റെ അകത്തുള്ള ജീവനുള്ള ക്രിസ്തു എഴുന്നേറ്റാൽ, അഭിഷേകം നീ വർദ്ധിക്കുവാൻ ഇടയായി തീർന്നാൽ പല ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറും. രോഗത്തിൻ്റെതാവട്ടെ, ശാപത്തിൻ്റെതാവട്ടെ, ഹല്ലേലൂയ. കുഴഞ്ഞു കിടക്കുന്ന പ്രശ്നമാണെങ്കിൽ നിന്റെ കുഴഞ്ഞ മുഴങ്കാലുകളെ അവൻ ഉയർത്തുന്ന ദൈവമാണ്. ഇന്നലെ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്ന സമയം അവർക്കൊരു സംശയം, ഞങ്ങൾ അവിടെ വരുന്നത് ആ പാസ്റ്റർക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, ആ പാസ്റ്റർ അകത്ത് വസിക്കുന്നത് ജീവനുള്ള ക്രിസ്തുവിന്റെ ആത്മാവാണ്. നിന്നെ ഇവിടെ കൊണ്ടുവരാനായിട്ട് മുന്നമേ പദ്ധതി ഇട്ടിരിക്കുന്ന എന്റെ ദൈവം തക്ക സമയത്ത് ഇവിടെ എത്തിച്ചത് ഈ ചർച്ചിൽ വന്ന് നിനക്കൊരു വിടുതൽ ലഭിക്കണമെന്ന് ദൈവം തമ്പുരാന്റെ പ്ലാൻ ആണെങ്കിൽ അത് അവിടെ തടയാൻ ഒരു പിശാചിനെയും തടയത്തില്ല. നിങ്ങളിവിടെ വന്നിരിക്കും, കൊണ്ടുവന്നിരിക്കും. അപ്പൊ പറയും, പാസ്റ്റർ മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു പ്രാവശ്യം വന്നതിന്റെ കൂടെ ഞാൻ അനുഭവിച്ചു. ഒരു പ്രാവശ്യം വന്നു പോയതിന്റെ ഗുണം ഞാൻ അനുഭവിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഞാൻ എന്റെ വ്യക്തമായ സാക്ഷ്യം ഞാൻ പറയാം. ഇദ്ദേഹം പ്രവചിച്ച ചില പ്രവചനങ്ങള് എന്റെ കാതിനകത്ത് ഇങ്ങനെ കടപ്പുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇദ്ദേഹം ഒരു നിസ്സാര പ്രവാചകനല്ല. ഇദ്ദേഹം, ഞാൻ ഉയർത്തി പറയുവല്ല, ദൈവശബ്ദം, അദ്ദേഹത്തിന്റെ അകത്തുള്ള ആ തീഷ്ണത, ജീവനുള്ള ക്രിസ്തു വെളിപ്പെട്ട് വരുമ്പോൾ ഇന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഒരു അഭിഷേകത്തിന് വേറൊരു അഭിഷേകത്തിന് പെട്ടെന്ന് മനസ്സിലാവും. ആമേൻ. ഞാൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ പാസ്റ്ററാണോ? ഞാൻ വീശയൊക്കെ വെച്ച് നടക്കുന്നവന് പാസ്റ്ററാണോ? പക്ഷെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പാസ്റ്ററാണോ? ഞാൻ പറഞ്ഞു, എങ്ങനെ മനസ്സിലായി? എനിക്ക് മനസ്സിലായി. പിന്നെ വന്നപ്പോ അദ്ദേഹം പാസ്റ്റർ. ആമേൻ. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഞാൻ അവന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് അവനെ ഏകനായി വിട്ടിട്ടില്ല. വെറുതെ വന്നിരുന്ന് പുട്ടും കടലയും തന്ന് ഭക്ഷിച്ചിട്ട് പോകാനാണോ? അല്ല, അവന്റെ വേല ചെയ്യണം. അടുത്തത് വായിച്ചു. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. സ്തോത്രം. ദൈവ തേജസ് വെളിപ്പെട്ട് വരണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? മരിക്കണം, 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 മരിക്കണം. എന്ന് വെച്ചാൽ മരിച്ചതെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ദൈവരാജ്യം ബലാത്കാരം ചെയ്താലേ കിട്ടത്തുള്ളൂ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കയറി നിന്റെ ചിന്തയിൽ വരുമ്പോൾ അതിനോട് യുദ്ധം ചെയ്ത് നീ കയറുമ്പോഴാണ് നീ യുദ്ധം ചെയ്യുന്നവരും നിന്നെ ശക്തീകരിക്കുന്ന കർത്താവ് നിന്റെ കൂടെ നിന്നെ ശക്തീകരിച്ചു കൊണ്ടേയിരിക്കും. യുദ്ധം ചെയ്യാൻ തയ്യാറാണോ? പിശാചിനോട് യുദ്ധം ചെയ്ത് കയറി വെട്ടാൻ തയ്യാറാണോ? ദൈവത്തിന്റെ അത്യന്ത ശക്തി വെളിപ്പെട്ടു വരും. വെറുതെ പറയുന്നതല്ല, അനുഭവിച്ച് പറയുന്നതാ. അല്ലെങ്കിൽ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്കായി ഇന്ന് പകലിൽ വലിയ ഒരു അത്ഭുതം നടക്കും. ജോൺ 5:24-25 വയസ്സ്. യോഹന്നാൻ 5:24. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടി വായിക്കാമോ? ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. എന്താണ് ആമേൻ? ഓ, സ്തോത്രം. എന്താണ് ആമേൻ? അനുസരിക്കുന്നവരെ ആമേൻ പറയും. ആമേൻ. ദൈവവചനം കേട്ട് വിധേയപ്പെടുന്നവർ അപ്പൊ പറയുന്ന വാക്കാണ് ആമേൻ. ഹല്ലേലൂയ. മിണ്ടാതിരുന്ന ഒന്നും കിട്ടത്തില്ല. ആമേൻ. നീ ആമേൻ പറഞ്ഞാൽ അത് നിന്നെ അകത്തേക്ക് കയറും. ഹല്ലേലൂയ. നീ ക്ഷീണിച്ചു വന്നെങ്കിൽ നീ ശക്തി പ്രാപിച്ചു പോകും. ആമേൻ, ആമേൻ. അപ്പോൾ വായിച്ച വാക്യം, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഫോക്കസ് ക്യാമറ ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത് നിത്യജീവനിലേക്ക്. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തു പ്രയോജനം? ഹല്ലേലൂയ. ഇവിടെ എല്ലാം കിട്ടും, ഒന്ന് അധ്വാനിച്ചാൽ എല്ലാം കിട്ടും, ഒക്കെ ശരിയാ. പക്ഷെ നിത്യജീവൻ കിട്ടണമെങ്കിൽ പിതാവായ ദൈവത്തിൽ നിന്നും വരുന്നു. അപ്പൊ എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ ഓ, വിശ്വസിക്കുക. എന്നെ അയച്ചവൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഗ്ലോറി, ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം ഉണ്ടാവട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ കാണുന്നു, യേശുവിനുള്ള പിതാവിനെ കാണുന്നു. ആമേൻ. യേശുവിനെ അയച്ച പിതാവ് ഹല്ലേലൂയ. യേശു വെളിപ്പെടുത്തില്ല, എന്നെ അയച്ചവൻ ഒരുവനുണ്ട്. ആമേൻ. അത് വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? നിത്യജീവൻ. ആമേൻ. ഹല്ലേലൂയ. ആർക്ക് വേണം? മൗനമായി. എനിക്ക് വേണം. ആമേൻ. ആമേൻ. എനിക്ക് വേണം. ആമേൻ. ഹല്ലേലൂയ. 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 ഞാൻ നിർത്താൻ പോകട്ടോ. ഹല്ലേലൂയ. എന്റെ പിന്നാലെ പല ശക്തന്മാർ രണ്ടുപേരും ഇരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിത്യജീവന് അവിടെ കൊണ്ട് ഞാൻ തുടങ്ങി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നവര് വാരിക്കൂരി അങ്ങോട്ട് തരും. റെഡിയാണോ? റെഡിയാണോ? നിങ്ങൾ വാങ്ങിക്കാൻ തയ്യാറാണോ? ദൈവം തരുവാൻ തയ്യാറാ. ഞാൻ അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു, എന്നെ ഏകനായി അവന് വിടത്തില്ല. എത്ര പേർക്ക് ഈ ഉറപ്പോട് കൂടി കൈകൾ ഉയർത്തി അവന് സ്തോത്രം പറയാൻ പറ്റും? അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. എൻ്റെ സഭ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തു വെളിപ്പെടുമ്പോൾ, അവന്റെ ജീവനുള്ള ക്രിസ്തു വെളിപ്പെടുമ്പോൾ, അവന്റെ വചനം അനുസരിക്കുമ്പോൾ അവന്റെ നിത്യജീവൻ എന്നിലേക്ക് പകരുകയാണ്.